മലങ്കര സഭയിലെ ദേവാലയങ്ങളിൽ വികാരിമാരോടൊപ്പം ഇടവകയിലെ ആത്മീയ ശുശ്രൂഷകളിൽ മുഖ്യ പങ്കാളിത്തം വഹിക്കുന്നവരാണ് പ്രധാന ശുശ്രൂഷകർ. അവർക്ക് വേണ്ടി സഭയിൽ ആമോസ് എന്ന ഒരു പ്രസ്ഥാനത്തിന് രൂപം കൊടുത്തിട്ടുണ്ട്. അത് രൂപീകരിച്ചപ്പോൾ പറഞ്ഞ ലക്ഷ്യം അവരവരുടെ ശുശ്രൂഷകളിൽ ഉണ്ടാകേണ്ട ഉത്തരവാദിത്തങ്ങളും ഓരോ ശുശ്രൂഷകളും എങ്ങനെ ചെയ്യണം എന്നുള്ള അവബോധനവും ഒപ്പം അവരുടെ ജീവിതത്തിൽ അവർക്ക് വേണ്ട അല്ലെങ്കിൽ കിട്ടേണ്ട കരുതലുകളുടെ ഉറപ്പുകൾക്കും വേണ്ടി എന്നാണ്. എന്നാൽ ആ സംഘടന കൊണ്ട് ഒരു ഗുണവും ശുശ്രൂഷകർക്കില്ല എന്നുള്ളതാണ് സത്യം. സഭയുടെ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ചില വെട്ടുകിളികളാണ് അതിൻ്റെ തലപ്പത്ത്. അവർക്കറിയില്ലല്ലോ ഒരു ശുശ്രൂഷകൻ്റെയും അവൻ്റെ കുടുംബത്തിൻ്റെയും പ്രാരാബ്ദങ്ങൾ. അതറിയണമെന്നുണ്ടെങ്കിൽ അവരിലൊരാളായിരിക്കണം പ്രസ്ഥാനത്തിൻ്റെ നേതൃസ്ഥാനത്ത്. ഏകദേശം 15 വർഷങ്ങൾക്ക് മേലെയായി ഈ പ്രസ്ഥാനം ആരംഭിച്ചിട്ട്. കാലങ്ങളായി മാറി മാറി വന്ന നേതൃത്വം പരാജയമായിരുന്നു. ഒരു കാര്യത്തിൽ ആശ്വസിക്കാൻ വകയുണ്ട്. ഇപ്പോൾ 2-3 വർഷങ്ങളായിട്ട് സഭയുടെ ബഡ്ജറ്റിൽ 25 ലക്ഷം രൂപ സ്ഥിര നിക്ഷേപമായി വകകൊള്ളിക്കുന്നു. അതിൻ്റെ ഗുണം ചിലരിൽ മാത്രം ഒതുങ്ങുന്നു. സഭയിലെ വൈദികർക്കും കുടുംബത്തിനും നൽകുന്ന പോലെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഇവർക്ക് നൽകണം. വൈദിക ഫാമിലിക്ക് ഒരു വർഷം 3 ലക്ഷം രൂപയുടെ നോമിനി ബേസ് അടിസ്ഥാനത്തിൽ ക്യാഷ്ലെസ് ക്ലെയിം കിട്ടുന്ന സ്റ്റാർ ഹെൽത്തിൻ്റെ പദ്ധതി നിലവിൽ കൊടുക്കുന്നുണ്ട്. ഇവിടെ ശുശ്രൂഷകർ പല മീറ്റിങ്ങിലും ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണത്. അപ്പോൾ ആമോസിൻ്റെ നേതൃത്വത്തിൽ നിന്ന് കിട്ടുന്ന മറുപടി നിങ്ങൾക്ക് 30,000 രൂപ ചികിത്സാ ചെലവ് കിട്ടുന്ന ഇൻഷുറൻസ് സഭ ക്രമീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ആ കമ്പനിയുടെ പേരാണ് നാഷണൽ ഇൻഷുറൻസ്. അവിടെ ബില്ല് സമർപ്പിച്ച് ക്ലെയിം കിട്ടുന്നുണ്ടെങ്കിൽ തന്നെ ചിലവായ തുകയുടെ 10% പോലും കഷ്ടിച്ച് കിട്ടത്തില്ല. സത്യത്തിൽ ഇവരെ സഭയ്ക്ക് സഹായിച്ചുകൂടെ? എന്തിനാണ് ഇവരെ കേൾക്കാൻ സാധിക്കാത്തത്? സമയമില്ലാഞ്ഞിട്ടല്ല. സത്യത്തിൽ എന്ത് പ്രയാസത്തിലാണ് പ്രധാന ശുശ്രൂഷകർ കഴിഞ്ഞു പോകുന്നത്? അവർക്ക് ലഭിക്കുന്ന തുച്ഛമായ ശമ്പളത്തിൽ നിന്ന് എങ്ങനെയാണ് ശുശ്രൂഷകനോ അദ്ദേഹത്തെ ആശ്രയിച്ച് കഴിയുന്ന അവരുടെ കുടുംബത്തിലെ ആർക്കെങ്കിലുമോ ഒരു അസുഖം വന്നാൽ ചികിത്സാ ചെലവുകൾ നടത്താൻ കഴിയുന്നത്? അതിന് വൈദികർക്കുള്ളതുപോലെ 4 അംഗങ്ങൾ അടങ്ങുന്ന നോമിനി ബേസിലുള്ള 2 ലക്ഷം ക്ലെയിം ലഭിക്കുന്ന ഒരു പോളിസി ആരംഭിച്ചുകൂടെ? അവരുടെ പ്രയാസം കേൾക്കേണ്ടവരല്ലേ സഭാ നേതൃത്വവും ആമോസിൻ്റെ ചുമതലക്കാരും അച്ഛന്മാരും വിശ്വാസികളും എല്ലാവരും. ഓരോ ഇടവകയിലെയും വികാരിമാർ ആത്മാർത്ഥമായി വിചാരിച്ചാൽ തന്നെ അവരോടൊപ്പം ശുശ്രൂഷ ചെയ്യുന്ന ഇവരെ കരുതുവാനും കരുതിക്കുവാനും സാധിക്കും. പക്ഷേ എന്തുകൊണ്ടോ ചില വൈദികർ ചെയ്യില്ല. ചില അച്ഛന്മാർ ശുശ്രൂഷകരെ വെറും അടിമകളായി കാണുന്നു. സഭയിലെ എത്ര തിരുമേനിമാർ ഇവരെ ചേർത്ത് പിടിക്കുന്നുണ്ട്? ചുരുക്കം ചിലർ മാത്രം. ചില അച്ഛന്മാർ പള്ളിയിലും വിശ്വാസികളുടെ വിശേഷ അവസരങ്ങളിലും വരുന്ന തിരുമേനിക്കും അവരോടൊപ്പം വരുന്ന ഡ്രൈവർക്കും ഷെമ്മാശനും കൃത്യമായി കണക്ക് പറഞ്ഞ് പള്ളിയിൽ നിന്നും അല്ലെങ്കിൽ വീട്ടുകാരിൽ നിന്നും കവർ വാങ്ങിക്കൊടുക്കാൻ കാണിക്കുന്ന ഉത്സാഹം ഇവരുടെ കാര്യത്തിൽ കാണിച്ചാൽ എത്ര നന്നായിരുന്നു. പല ശുശ്രൂഷകർക്കും ശമ്പളം കൊടുക്കാൻ മടിയാണ്. ഇടവകയിലെ പെരുന്നാളുകൾക്ക് ചെണ്ടക്കാരനും ബാൻഡ് വായനക്കാർക്കും വെടിക്കെട്ടിനും ഓരോ വർഷവും അവർ ചോദിക്കുന്ന തുക കൊടുക്കും. അതിനെ വിമർശിക്കുമ്പോൾ പറയുന്നത് അവരും ഇതൊക്കെ കൊണ്ടാണ് കഴിയുന്നത് എന്നാണ്. ഒരിക്കലുമല്ല. കാരണം അവർക്ക് ഇതുകൊണ്ട് മാത്രം മുന്നോട്ട് ജീവിക്കാൻ കഴിയില്ല. അവർ മറ്റ് ജോലികൾക്കും കൂടി പോയിട്ടാണ് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്നാൽ ശുശ്രൂഷകരിൽ ഭൂരിഭാഗവും ഈ ഒരു സേവനം മാത്രം ചെയ്ത് ജീവിക്കുന്നവരാണ്. അവർക്ക് മറ്റൊരാളുടെ കീഴിൽ പണിക്ക് പോകുവാൻ കഴിയില്ല. കാരണം പള്ളിയിലെ സേവനത്തിനാണ് പ്രാധാന്യം നൽകുന്നത്. അപ്പോൾ അവിടെ അവർക്ക് സ്വയം തൊഴിൽ മാത്രമാണ് ആശ്രയം. അതിനുവേണ്ട സാമ്പത്തിക സഹായം സഭ ചെയ്തു കൊടുക്കണം. ഇടവക മെത്രാപ്പൊലീത്തമാർ ഇടവക സന്ദർശിക്കുന്ന സമയങ്ങളിൽ വൈദികരുടെ ക്ഷേമം അന്വേഷിക്കുന്നത് പോലെ അവരെയും ചേർത്ത് പിടിച്ച് കാര്യങ്ങൾ അന്വേഷിക്കണം. അവർക്ക് ഇടവകയിൽ നിന്നും ഭദ്രാസനത്തിൽ നിന്നും സഭയിൽ നിന്നും കിട്ടേണ്ട കരുതലുകൾക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കണം. അത് അവർക്കൊരു ബലം നൽകും. കാരണം ഇന്ന് പല ഇടവകകളിലും ശുശ്രൂഷകരെ പരിഹസിക്കുന്ന ഒരു രീതി കണ്ടുവരുന്നുണ്ട്. അത് ഇടവക അംഗമാണെങ്കിലും പുറത്തു നിന്നുള്ളവരാണെങ്കിലും ഒന്നു തന്നെ. ശമ്പള കാര്യത്തിലും സ്പെഷ്യൽ അലവൻസുകളുടെ കാര്യത്തിലും ഇടവരുമാനം ഇഷ്ടം പോലെ കിട്ടുന്നുണ്ടെന്നാണ് ഇവരുടെ ചൊല്ല്. അതായത് കിമ്പളം കിട്ടുന്നുവെന്ന് പല ശുശ്രൂഷകരും പ്രതികരിക്കാറില്ല. എന്നാൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇവർ പറയുന്ന ഈ കിമ്പളം എന്ന വക്കീൽ തിരുമേനിമാർക്കും അച്ഛന്മാരും ഉൾപ്പെടുന്നില്ലേ? അവരുടെ നേരെ നിന്ന് പറയാൻ ഇവർക്ക് പേടിയാണ്. അതുകൊണ്ട് സഭയിലെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന എല്ലാവരും ഇവരെ ഒന്ന് കേൾക്കാനും ഇവരുടെ പ്രയാസങ്ങൾക്കും സങ്കടങ്ങൾക്കും ഒരു പ്രതിവിധി കണ്ടെത്തുവാനും വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള മനസ്സ് കാണിക്കണം.